കോഴിക്കോട്ടെ കുരിക്കത്തൂരിൽ അനധികൃത പടക്ക നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ പോലീസ് കേസെടുത്തുന്ന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞു. വർഷ ഗിരീഷ് സാങ്കേതിക കാരണത്താൽ നേരത്തെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. വർഷ വീണ്ടും ചേരുന്നു. വർഷ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. പറയൂ. ഗുഡ് മോർണിംഗ് SKN. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. പക്ഷേ ആ ഈസ്റ്റർ ദിനത്തിൽ നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഒരു ദയനീയമായ സംഭവമാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഇവിടെയാണ്, കുരിക്കത്തൂരിലെ ഈ വീട്ടിലാണ് ഇന്നലെ രാത്രി 9:50 സ്ഫോടനം നടന്നത്. വിഷു വിപണി ലക്ഷ്യമിട്ട് പടക്കം നിർമ്മാണം നടത്തുകയായിരുന്നു ഈ വീട്ടിൽ. അനധികൃതമായാണ് പടക്കം നിർമ്മാണം നടത്തിയിരുന്നത്. സംഭവത്തിൽ സ്ഫോടനത്തിൽ 2 പേർ ഇന്നലെ രാത്രി തന്നെ മരിച്ചിരുന്നു. ഇതിൽ 2 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 3 പേർ ചികിത്സയിൽ ഉണ്ടായിരുന്നെങ്കിലും വിഷ്ണു എന്നയാൾ ഇപ്പോൾ ആശുപത്രി വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുന്നമംഗലം പോലീസാണ് കേസെടുത്തത്. അനധികൃതമായി പടക്ക നിർമ്മാണം നടത്തിയതിനും 2 പേരുടെ മരണത്തിന് ഇടയാക്കിയതിനുമാണ് കേസെടുത്തിട്ടുള്ളത്. വിഷ്ണു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. ആശുപത്രിയിൽ തുടരുന്നത് വിഷ്ണുവിൻ്റെ ഭാര്യയും ഭാര്യയുടെ ബന്ധുവുമായിട്ടുള്ള രണ്ട് പേരാണ്. ഇന്നലെ മരണപ്പെട്ട 2 പേർ, രാഹുൽ എന്നു പേരുള്ള 2 പേരാണ് മരണപ്പെട്ടത്. ഇവർ 2 പേരും കോഴിക്കോട് സ്വദേശികളാണ്. ഇതിൽ ആകെ സിമി മാത്രമാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ളത്. ഇവർ കഴിഞ്ഞ നവംബറിലാണ് ഈ ഒരു വീട് വാടകയ്ക്ക് എടുത്തത്. എന്ത് പറഞ്ഞാണ് വാടകയ്ക്ക് എടുത്തതെന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. സമീപത്തുള്ളവർക്കൊന്നും ഈ ഒരു വീട് എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം ഒന്നും വ്യക്തമായിരുന്നില്ല. വീടിന് മുമ്പിൽ ഈ പനയോലകൾ കൂട്ടിയിട്ടതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞിരുന്നത് ഇവിടെ നിന്നും ഓലകൾ ഉണക്കി മറ്റ് കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടെ പടക്ക നിർമ്മാണം നടത്തുന്നു എന്നുള്ളതായിരുന്നു. ഇങ്ങനൊരു സ്ഫോടനം ഉണ്ടായപ്പോഴാണ് തങ്ങൾ ഈ വിവരം അറിയുന്നത് എന്നുള്ളതാണ് സമീപവാസികളെല്ലാം പറയുന്നത്. ഇന്നലെ രാത്രി 9:50 കൂടിയാണ് ഈ കുരിക്കത്തൂരിനെ ആകെ നടുക്കി ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. 1 കിലോമീറ്ററോളം ദൂരത്തിൽ സ്ഫോടനത്തിൻ്റെ ആഘാതം ഉണ്ടായി എന്നുള്ളതാണ്. ചുറ്റിലുള്ള 5ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മരണപ്പെട്ടവർ 2 രാഹുൽമാരുടെയും മൃതദേഹം സമീപത്തുള്ള വീടിൻ്റെ മുന്നിൽ നിന്നുമാണ് കണ്ടെത്തിയത്. അത്ര ദൂരത്തോളം വ്യാപിച്ചൊരു അപകടമായിരുന്നു ഇന്നലെ നടന്നത്. ഇവിടെ ആ സമയത്തൊരു കുട്ടി ഉണ്ടായിരുന്നെന്നും കുട്ടി പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുമാണ് കഴിഞ്ഞ ദിവസം MLA നമ്മളോട് അറിയിച്ചത്. എന്തായാലും വലിയ നടുനം നടക്കിയ ഒരു അപകടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ചുറ്റും പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങളെല്ലാം അവരോട് ചോദിക്കാം. ചേട്ടാ, ഇവിടെ അടുത്തുള്ള ആളാണ്. ഇവിടെ അടുത്തുള്ള ഇത് നല്ല സൗണ്ടിലായിരുന്നു. അത്രേ ഉള്ളൂ. ഞങ്ങൾ ആ സൗണ്ട് കിട്ടുന്നുള്ളൂ. 1 കിലോമീറ്റർ അപ്പുറം, വേറെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേട്ടിട്ടുണ്ട്. ശിവഗിരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഒച്ച കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ശബ്ദം. ഇവിടെ ഇങ്ങനെ പടക്കം വിൽപ്പന നടക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇവിടുത്തെ ആളല്ല, കുറച്ച് 1 കിലോമീറ്റർ അപ്പുറമുള്ള ആളാണ്. സൗണ്ടിലുണ്ടായിരുന്നു, ശബ്ദം കേട്ടീന്. ഭയങ്കര ശബ്ദം കേട്ടീന്. ഒരു ഭയങ്കര ഭൂമി കുലുങ്ങുന്ന മാതിരിയുള്ള ഒരു ശബ്ദം കേട്ടി. ഒരു ബോംബ് പൊട്ടിയമായി തന്നെ തോന്നിപ്പോവും. ഒരു ഭയങ്കര സ്വന്തം. അത്രേ ഉള്ളൂ. ഞങ്ങൾ എത്തിയില്ല, രാവിലെ പറയുന്നു. അതാണ് SKN. വളരെ വലിയ ശബ്ദത്തിലായിരുന്നു. ഒരുപാട് ഉള്ളവരടക്കം ഈ ശബ്ദം കേട്ട് ഈ പ്രദേശത്തേക്ക് എത്തിയെന്നാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.